വിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായൊരു സൂറത്ത്. ഈ സൂറത്ത് മാരണം പ്രവർത്തിക്കുന്ന, ആഭിചാരം കൂടോത്രം ചെയ്യുന്ന സിഹർ പണിക്കാരന് പഠിക്കാൻ സാധിക്കുകയില്ല. അവനത് കണ്ടിന്യൂസ്ലി ഓതാൻ കഴിയുകയില്ല. ഒരു വീട്ടിൽ വെച്ച് ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടി ഒളിക്കും എന്നുള്ളതാണ്. ആ വീട്ടിലേക്ക് പിശാചിന് പ്രവേശമുണ്ടായിരിക്കുകയില്ല. ഈ സൂറത്ത് മനഃപ്പാഠമാക്കിയ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു സൈന്യത്തിൻ്റെ നേതാവായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായം കുറഞ്ഞ ഒരാളെ നിയമിക്കുകയുണ്ടായത്. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളെ നിയമിച്ചപ്പോൾ അതിൻ്റെ കാരണമായിട്ട് കണ്ടെത്തിയത് അവർ ഈ സൂറത്ത് കാണാതെ പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മഹാനരായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിൻ്റെ സിറുകളും ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്, മനസ്സിലാക്കിയത് 12 വർഷം വിനിയോഗിച്ചുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളെങ്കിലും നമ്മൾ മനഃപ്പാഠമാക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബറക്കത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകും. ഇത് ഒഴിവാക്കുന്നവനക്ക് തീരാ നഷ്ടമായിരിക്കും എന്നൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നതാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഏതാണെന്നും എങ്ങനെയാണ് ഓതേണ്ടതും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്കത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്ത് അത് സൂറത്തുൽ ബഖറയാണ്. ഏറ്റവും വലിയ സൂറത്ത് എന്ന് പറയുന്നത് 286 സൂറത്ത് ആയത്തുകളാണ് അതിലുള്ളത്. ഈ സൂറത്തിൻ്റെ മഹത്വം, ഇതിൻ്റെ ശ്രേഷ്ഠത അത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വ്യക്തമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുവിൻ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുവിൻ. അത് പഠിക്കൽ ബറക്കത്തും അതിനെ ഉപേക്ഷിക്കൽ നഷ്ടവുമാകുന്നു. മാരണക്കാർക്ക്, ആഭിചാരക്രിയ ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന സിഹർ പ്രവർത്തകന് ഇതൊരിക്കലും മനഃപ്പാഠമാക്കാനോ ഇത് പഠിക്കാനോ ഇതുമായിട്ട് തുടർന്ന് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്ക് മാരണക്കാരൻക്കെതിരെ നമുക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ കാരണമാകുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചില മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങൾ എങ്കിലും ചുരുങ്ങിയത് പ്രഭാതങ്ങളിൽ വീടുകളിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ ആഫത്ത് മുസീബത്തുകൾ ഉണ്ടാകില്ല, സിഹർ തുടങ്ങിയ ഇത്തരം പ്രതിസന്ധികളെ തൊട്ടൊക്കെ വലിയ കാവല് ലഭിക്കുമെന്ന് പറഞ്ഞതും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാകാൻ, നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഈ സൂറത്ത് ധാരാളമായിട്ട് പാരായണം ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കൊക്കെ കാരണം യഥാർത്ഥത്തിൽ ഈ പൈശാചികതയാണ്. വീട്ടിലുണ്ടാകുന്ന അനൈക്യം, വീട്ടിൽ മക്കൾ തമ്മിലുണ്ടാകുന്ന, മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന ഇത്തരം കശപിശകൾക്കും ഇത്തരം വാക്തർക്കങ്ങൾക്കും ഇത്തരം അനൈക്യത്തിനൊക്കെ പ്രധാന ഹേതു അവിടെ പൈശാചികതയാണ്. അത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രഭാതത്തിലും ഇബ്ലീസ്, ശൈത്വാൻ അണികൾ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നാലിന്ന സ്ഥലത്തേക്ക് പോകൂ, അവിടെയുള്ളവരെ ഫിത്നയിലാക്കൂ എന്ന് പറഞ്ഞയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ വന്ന് നമുക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്നു, കുടുംബ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു, ലഹളകൾ ഉണ്ടാക്കുന്നു, തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഒരു പ്രേരണയോടുകൂടെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ സൂറത്തുൽ ബഖറ കാരണമാണ്.
സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റളിയല്ലാഹു അൻഹു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു രാത്രി ഒരാൾ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ 3 രാത്രികളിൽ അവൻ്റെ വീട്ടിൽ പിശാച് പ്രവേശിക്കുന്നതല്ല. ഒരു പകലിൽ ഒരാൾ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്താൽ 3 പകലുകളിൽ അവൻ്റെ വീട്ടിൽ പിശാച് പ്രവേശിക്കുന്നതല്ല. അപ്പോൾ പിശാചിനെ തടുക്കാൻ സിഹർ, മാരണം, ആഭിചാരം, കൂടോത്രം, ചതിപ്രയോഗങ്ങൾ, വഞ്ചനകൾ ഇതിനെ തൊട്ട് പ്രതിരോധിക്കാൻ സൂറത്തുൽ ബഖറ വളരെ പവർഫുള്ളാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ്. ഒരിക്കൽ ഒരു സേനാവ്യൂഹത്തെ നിയോഗിച്ചപ്പോൾ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ ഒരാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ നേതാവായിട്ട്, ഇമാമായിട്ട്, അമീറായിട്ട്, ലീഡറായിട്ട് നിശ്ചയിക്കുകയുണ്ടായി. ഇങ്ങനെ അവരെ നിശ്ചയിക്കാനുണ്ടായ കാരണം സൂറത്തുൽ ബഖറ മനഃപ്പാടമാക്കിയിരുന്നു എന്നുള്ളതാണ്. ഈ തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ പ്രതിഫലവും ഒക്കെ സംബന്ധിച്ച് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ മുഫസ്സിരീങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്, ഇതിൻ്റെ ഗാംഭീര്യവും ഇതിൻ്റെ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന മതവിധികളുടെയും സദുപദേശങ്ങളുടെയും ആധിക്യം കൊണ്ടാണ് ഇത്രമേൽ മഹത്വമേറിയത് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ്. എന്നാൽ അത് ദൈർഘ്യമേറിയത് കൊണ്ട് പലപ്പോഴും അത് ഓതാതെയോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് ഓതാൻ സാധിക്കാതെയോ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കത് അതിൻ്റെ തുടക്ക ഭാഗങ്ങളൊക്കെ ഓതിയിട്ട് പ്രഭാതങ്ങളിൽ വലിയ ബറക്കത്തുണ്ടാകാൻ അത് കാരണമാകുന്നതാണ്. ഇത് ഓതുന്നയാൾ അവർക്ക് വേണ്ടി അന്ത്യനാളിൽ സൂറത്തുൽ ബഖറ ശുപാർശകനാകും. അൽ ബഖറയും ആൽ ഇമ്രാൻ സൂറത്തും ഓതുവിൻ. അത് ഓതിയവർക്ക് 2 തണൽ മേഘങ്ങളായോ കാർമേഘങ്ങളായോ തലക്ക് മുകളിൽ ചിറകു വരുത്തിയ 2 കൂട്ടം പക്ഷികളായോ ഖിയാമത്ത് നാളിൽ അത് വരും എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയും വിശുദ്ധ ഖുർആനൊക്കെ നമുക്ക് ഷഫീആകും, നമുക്ക് ശുപാർശ ചെയ്യുന്നവരാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ബഖറ സൂറത്ത് ഓതുവിൻ. അതിനെ പുണരൽ അഭിവൃദ്ധിയും കൈവിടൽ അധപ്പതനവുമാണ്. ദുഷ്ടന്മാർക്ക്, നീചന്മാർക്ക്, തെറ്റുകളിൽ അമർന്ന് ജീവിക്കുന്നവർക്ക് ഈ 2 സൂറത്തുകൾ സ്ഥിരമായി ഓതാൻ സാധിക്കുകയില്ല, ഇത് കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. അൽ ബഖറ സൂറത്ത് ഓതിയവന് സ്വർഗത്തിൽ പ്രത്യേകമായിട്ടൊരു കിരീടമുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ നിയമങ്ങളും ഇതിൻ്റെ രഹസ്യങ്ങളും ഇത് ഉൾക്കൊള്ളുന്ന ആയത്തിൻ്റെ വിശാലതയും ഇതിൻ്റെ അടിയൊഴുക്കുകളും മാത്രം പഠിക്കാൻ വേണ്ടി മഹാനരായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 വർഷം വിനിയോഗിക്കേണ്ടി വന്നു എന്ന് മഹാനവറുകളുടെ മനാഖിബ് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൂറത്തുൽ ബഖറ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സൂറത്താണ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നേരിട്ട് വരുന്നവരും അല്ലാത്തവരുമായ ആളുകൾ പലപ്പോഴും പറയാറുള്ള വിഷയം, ഉസ്താദേ എൻ്റെ ജീവിതത്തിൽ വലിയ കടബാധ്യതയുണ്ട്, എനിക്കത് വീടിക്കിട്ടുമെന്ന പ്രതീക്ഷയില്ല, അങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പല ആളുകളും ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരാണ്. ഇത്തരം വലിയ ഭീമമായ കടങ്ങൾ വീടിക്കിട്ടാനും നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നമുക്ക് വേണ്ടത്. ബറക്കത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ സൂറത്തുൽ ബഖറ നിത്യേന പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, അതിൽ ബറക്കത്ത് ഉണ്ടാകും. അത് നമുക്ക് ഉപകരിക്കപ്പെടുന്ന രൂപത്തിലാണ് ആ സമ്പത്ത് ഉണ്ടായിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ. അതിലൊരുപാട് സൂറത്തുകളുടെ മഹത്വങ്ങളും അതിൻ്റെ അളമത്തും അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആൻ തന്നെ എല്ലാമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു യഥാർത്ഥത്തിൽ നോക്കുന്നത്. വല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിങ്ങളുടെ
ഈ കാണുന്ന മോടി പിടിപ്പിച്ച ഈ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല അള്ളാഹുവിൻ്റെ നോട്ടം. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും ഇലാ അഅമാലിക്കും. ഹദീസിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ പല രൂപങ്ങളിലും വാക്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ അമലുകളിലേക്ക്, നിങ്ങളുടെ നിയ്യത്തുകളിലേക്കാണ് റബ്ബിൻ്റെ നോട്ടമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം മല്ലർ എന്ന് പറയും. അള്ളാഹുവിൻ്റെ മല്ലറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം എന്നുള്ളത്. ആ ഹൃദയം ശുദ്ധീകരിക്കണം. അള്ളാഹു നോക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ, ആളുകൾ നോക്കുന്ന സ്ഥലം നാം വൃത്തിയായി സൂക്ഷിക്കാറില്ലേ? അതെന്തിനാണ് അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നത്? അവർ നോക്കുമ്പോൾ മോശം വിചാരിക്കരുതെന്ന് കരുതിയിട്ട്. നമ്മുടെ ഹൃദയം നോക്കുന്നത് അള്ളാഹുവാണ്. നമ്മെ പടച്ച, നമുക്ക് കാഴ്ചശക്തി തന്ന, നമുക്ക് കേൾവിശക്തി തന്ന, നമുക്ക് നടക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും തന്ന, ഈ പറയുന്നത് കേൾക്കാനും കാണാനും ഒക്കെയുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ നമ്മുടെ യജമാനനായ റബ്ബ് നമ്മിലേക്ക് നോക്കുമ്പോൾ നോക്കുന്ന സ്ഥലം വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ് ജീവിതം കൊണ്ട് അർത്ഥമുള്ളത്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.